PYQ സെക്ഷൻ്റെ പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. 10th പ്രിലിമിനറി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മുമ്പിലാണ്? 5:30. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? 5:30. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടത്തിയ വർഷം 1956. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടത്തിയ വർഷം 1956. ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കൃഷി ശാസ്ത്രജ്ഞനാര്? ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കൃഷി ശാസ്ത്രജ്ഞനാര്? ഡോക്ടർ M.S. സ്വാമിനാഥൻ. ഡോക്ടർ M.S. സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ. ഡേവിഡ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ഡേവിഡ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. കാറ്റിൻ്റെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? അമിനോമീറ്റർ. കാറ്റിൻ്റെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമിനോമീറ്റർ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം? ജയ്പൂർ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജയ്പൂർ. ഇന്ത്യയുടെ ദേശീയ പക്ഷി? മയിൽ. ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ? കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള. അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? 24. അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? 24. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969. വിറ്റാമിൻ സിയുടെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗം? സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. കേരളത്തിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട്? 6. കേരളത്തിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട്? 6. കേരളത്തിലെ ഏറ്റവും വലിയ ഊർജോൽപാദനം ഏതാണ്? ജലവൈദ്യുതി. കേരളത്തിലെ ഏറ്റവും വലിയ ഊർജോൽപാദനം ഏതാണ്? ജലവൈദ്യുതി. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആര്? പ്രസിഡന്റ്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ്? പ്രസിഡന്റ്. ചെടികളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം? ഓക്സിജൻ. ചെടികളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. എലിസ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കുന്നതിനാണ്? എയ്ഡ്സ്. എലിസ ടെസ്റ്റ് ഏത് രോഗം നിയന്ത്രിക്കുന്നതിനാണ്? എയ്ഡ്സ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണമാണ് 206. ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ന്യൂട്ടൻ. ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ന്യൂട്ടൻ. വൃന്ദാവൻ പൂന്തോട്ടം ഏത് നഗരത്തിലാണ്? മൈസൂർ. വൃന്ദാവൻ പൂന്തോട്ടം ഏത് നഗരത്തിലാണ്? മൈസൂർ. വാസ്കോഡ് ഗാമ കാപ്പാട് വന്നിറങ്ങിയ വർഷം 1498. വാസ്കോഡ് ഗാമ കാപ്പാട് വന്നിറങ്ങിയ വർഷം 1498. എവിടെയാണ് കാപ്പാട്? കാപ്പാട് കോഴിക്കോടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്? ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഗ്രീൻലാൻഡ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? പീച്ചി. മ്യാൻമാറിൻ്റെ പഴയ പേര്? ബർമ്മ. മ്യാൻമാറിൻ്റെ പഴയ പേരെന്താ? ബർമ്മ. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. ഇന്ത്യക്ക് സമീപമുള്ള ഏറ്റവും ചെറിയ രാജ്യം? ഭൂട്ടാൻ. ഇന്ത്യക്ക് സമീപമുള്ള ഏറ്റവും ചെറിയ രാജ്യം? ഭൂട്ടാൻ. പാറ്റയുടെ രക്തത്തിൻ്റെ നിറം? പാറ്റയുടെ രക്തത്തിന് നിറമില്ല. പാറ്റയുടെ രക്തത്തിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ പാറ്റയുടെ രക്തത്തിന് നിറമില്ല. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം? കാൽസ്യം. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകമാണ് കാൽസ്യം. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെ? നേപ്പാൾ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെ? നേപ്പാൾ. കഥകളിയുടെ ആദ്യകാല പേര്? രാമനാട്ടം. കഥകളിയുടെ ആദ്യകാല പേര് രാമനാട്ടം. ബ്രോഡ് ഗേജ് റെയിൽ പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര? 1.67 മീറ്റർ. ബ്രോഡ് ഗേജ് റെയിൽ പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം? ബ്രോഡ് ഗേജ് റെയിൽ പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.67 മീറ്റർ.
ഏതവയവം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് ആവശ്യമായി വരുന്നത്? വൃക്ക. ഏതവയവം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് ആവശ്യമായി വരുന്നത്? വൃക്ക. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന് 1945 ഒക്ടോബർ. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന് 1945 ഒക്ടോബർ. ഏവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് O ആണ്. ഏവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ആണ്. ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആര്? പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആര്? പ്രധാനമന്ത്രി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകമാണ് ക്ലോറോഫ്ലൂറോ കാർബൺ. പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന വ്യവസായ മേഖലയാണ് തുണി വ്യവസായം. ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന വ്യവസായ മേഖലയാണ് തുണി വ്യവസായം. സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന ഉദ്ധരണി ഏത് കവിയുടേതാണ്? കുമാരനാശാൻ. സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന ഉദ്ധരണി ഏത് കവിയുടേതാണ്? അത് കുമാരനാശാൻ്റേതാണ്. പഞ്ചശീല തത്വങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജവഹർലാൽ നെഹ്റു. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകം പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകമാണ് പ്ലേറ്റ്ലെറ്റുകൾ. ഇന്ത്യൻ നെപ്പോളിയൻ വിളിക്കപ്പെടുന്ന രാജാവ്? സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവാണ് സമുദ്രഗുപ്തൻ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതാണ്. പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത്? ഈജിപ്ത്. പിരമിഡുകളുടെ നാട് ഈജിപ്ത്. അപൂർണ രൂപാന്തരണത്തിൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ജീവിക്ക് പറയുന്ന പേരാണ് ലാർവ. അപൂർണ രൂപാന്തരണത്തിൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ജീവിക്ക് പറയുന്ന പേര് ലാർവ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകം ഏത്? ഗിന്നസ് ബുക്ക്. ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകം ഏത്? ഗിന്നസ് ബുക്ക്. മേധാ പട്കർ ഏത് മേഖലയിൽ പ്രശസ്തിയാണ്? പരിസ്ഥിതി പ്രവർത്തക. മേധാ പട്കർ ഏത് മേഖലയിൽ പ്രശസ്തിയാണ്? പരിസ്ഥിതി പ്രവർത്തക. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സ്ഥലം? ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സ്ഥലം? ഇന്ദിരാ പോയിന്റ്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം 1991. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷമാണ് 1991. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം? ശ്രീലങ്ക. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം? ശ്രീലങ്ക. എൻ്റെ കൂടെ തന്നെ നിങ്ങളും പറയണം കേട്ടോ, ഇതെങ്കിലേ നമ്മൾ പഠിക്കുകയുള്ളേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശം ഏതു സംസ്ഥാനത്താണ്? മേഘാലയ. ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്? പത്തനംതിട്ട. ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയാണ് പത്തനംതിട്ട. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിച്ചിരിക്കുന്നത് എവിടെ? ഇരവികുളം നാഷണൽ പാർക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇരവികുളം നാഷണൽ. ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ്. ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ്. തരുണാസ്ഥി നിർമ്മിതമായ ഒരു അവയവം? മൂക്ക്. തരുണാസ്ഥി നിർമ്മിതമായ ഒരു അവയവത്തിന് ഉദാഹരണമാണ് മൂക്ക്. കേരള തീരത്ത് ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയാണ് ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്. കേരള തീരത്ത് ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയാണ് ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. ഏകലിംഗ സസ്യത്തിന് ഉദാഹരണം?
ജാതി. ഏകലിംഗ സസ്യത്തിന് ഉദാഹരണമാണ് ജാതി. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി കാവേരി. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി കാവേരി. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം വേമ്പനാട്ടുകായൽ. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ മഹാനാര്? ഗാന്ധിജി. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ മഹാനാണ് ഗാന്ധിജി. സാരേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. സാരേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. നിത്യഹരിത വനങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശമാണ് സൈലന്റ് വാലി. നിത്യഹരിത വനങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം സൈലന്റ് വാലി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത്? എഡ്യൂസാറ്റ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ് ഓർ എഡ്യൂസാറ്റ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷം. ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ് ശകവർഷം. നാഷണൽ ഹൈവേകളുടെ സംരക്ഷണ ചുമതല നിർവഹിക്കുന്നത് ആര്? നാഷണൽ ഹൈവേ അതോറിറ്റി. നാഷണൽ ഹൈവേകളുടെ സംരക്ഷണ ചുമതല നിർവഹിക്കുന്നത് ആര്? നാഷണൽ ഹൈവേ അതോറിറ്റി. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ. ദേശീയ ചിഹ്നമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സാരാനാഥ്. ദേശീയ ചിഹ്നമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സാരാനാഥ്. നിയമസഭാ അധ്യക്ഷൻ ആര്? സ്പീക്കർ. നിയമസഭാ അധ്യക്ഷൻ ആര്? സ്പീക്കർ. പക്ഷിപ്പനിക്ക് കാരണമായ അണുജീവി വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമായ അണുജീവിയാണ് വൈറസ്. മിഷണറി ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? മദർ തെരേസ. മിഷണറി ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? മദർ തെരേസയാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. ജൂതന്മാരുടെ ദേവാലയം അറിയപ്പെടുന്നത് സിനഗോഗ്. ജൂതന്മാരുടെ ദേവാലയം അറിയപ്പെടുന്നത് സിനഗോഗ്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വി അയ്യപ്പൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വി അയ്യപ്പൻ. പാലിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ. പാലിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. 2004 ഡിസംബറിൽ സുനാമിക്ക് കാരണമായ ഭൂകമ്പം ഉണ്ടായത് എവിടെ? സുമാത്ര ദ്വീപിനടുത്ത്. 2004 ഡിസംബറിൽ സുനാമിക്ക് കാരണമായ ഭൂകമ്പം ഉണ്ടായത് എവിടെ? സുമാത്ര ദ്വീപിനടുത്ത്. അന്തർദേശീയ നിലവാരമുള്ള ഒരു കേരളീയ ദൃശ്യകല കഥകളി. അന്തർദേശീയ നിലവാരമുള്ള ഒരു കേരളീയ ദൃശ്യകലയാണ് കഥകളി. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ്. ചാക്യാർ കൂത്ത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലയാണ്? കൂടിയാട്ടം. ചാക്യാർ കൂത്ത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലയാണ്? കൂടിയാട്ടം. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആഗ്ര. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആഗ്ര. പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാർ, കേദാർനാഥ് മുതലായവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാർ, കേദാർനാഥ് മുതലായവ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനമാണ് പന്നിയൂർ 1. ഇത് ഏത് വിളയാണ്? കുരുമുളക്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് പന്നിയൂർ 1. ഏത് വിളയാണെന്ന് ചോദിച്ചാൽ അത് കുരുമുളകാണ്. സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഒരു ഷഡ്പദം. തേനീച്ച. സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഒരു ഷഡ്പദത്തിന് ഉദാഹരണമാണ് തേനീച്ച. കൊൽക്കത്ത പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഹൂഗ്ലി. കൊൽക്കത്ത പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഹൂഗ്ലി. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരം. കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആരുടെ പേരിൽ അറിയപ്പെടുന്നു? ജവഹർലാൽ നെഹ്റു. കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആരുടെ പേരിൽ അറിയപ്പെടുന്നു? ജവഹർലാൽ നെഹ്റു. ഒരു ടോർച്ച് സെല്ലിന്റെ വോൾട്ടത 1.5. ഒരു ടോർച്ച് സെല്ലിന്റെ വോൾട്ടത 1.5. വലതു നിന്നും ഇടത്തോട്ട് എഴുതുന്ന ലിപി അറബി. വലതു നിന്നും ഇടത്തോട്ട് എഴുതുന്ന ലിപി അറബിയാണ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് അല്ലെങ്കിൽ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് അല്ലെങ്കിൽ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? AK ആന്റണി. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? AK ആന്റണി. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി മേയർ. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി ആരാണ്?
മേയർ. ഒരു പൂർണ്ണ പരാത സസ്യം മൂടില്ലാ താളി. ഒരു പൂർണ്ണ പരാത സസ്യത്തിന് ഉദാഹരണമാണ് മൂടില്ലാ താളി. ഗവർണറെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് PYQ 100 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള 100 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങളിത് വീണ്ടും വീണ്ടും കേൾക്കുക, കേട്ട് പഠിക്കുക. എൻ്റെ കൂടെ തന്നെ നിങ്ങളും പറയാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എക്സാം ഹോളിൽ കയറിയിരിക്കുമ്പം നമ്മൾ 100 എണ്ണം കേട്ടതിലൊരു 10 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ഓർമ്മ വരും. കാരണം നമുക്കറിയാം 10th പ്രിലിംസ് വളരെ കോമ്പറ്റീഷനുള്ള ഒരു എക്സാമാണ്. കട്ട് ഓഫ് വളരെ ഉയർന്ന നിലവാരത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കേട്ടെങ്കിലും പഠിക്കുക. ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണുക, കാണാത്തവർ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും അടുത്തൊരു 100 PYQ സീരീസുമായിട്ട് വരാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.